നിത്യ ജീവമൊഴികൾ അങ്ങേയുണ്ട് കർത്താവേ. അവിടുത്തെ സന്നിധി വിട്ട് അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും എന്നുള്ള ഗാനം നമ്മൾ പാടുകയാണ്. ഒരു യഥാർത്ഥ ദൈവപൈതൃക ലക്ഷണം എന്ന് പറയുന്നത് കർത്താവിനെ ആഗ്രഹിക്കുക. ഈ ഭൗമ ജീവിതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ശബ്ദം അവിടുത്തെ വചനത്തിലൂടെ യാതൊരു മുൻവിധികളുമില്ലാതെ കേൾക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ആര് എന്നുള്ളത് പ്രസക്തമേ അല്ല. നാം ക്രിസ്തുവിന്റെ ആത്മാവിന്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ സമ്മതിച്ചുകൊണ്ട് ആ ശബ്ദത്തിന് യെസ് ലോർഡ് ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട് കർത്താവേ, അടിയനോട് ഇടപെടണമേ എന്ന് പറയുന്നതാണ് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ആണ് എന്ന ചിന്തയുള്ള ഒരു ഹൃദയത്തിലും കർത്താവ് പ്രവർത്തിക്കുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ പാതാളങ്ങളിൽ എൻ്റെ ജീവിതം നിഷ്ഫലമായി പോകാതിരിക്കേണ്ടതിന് ദൈവകൃപയ്ക്ക് ഞാൻ വിധേയപ്പെടുത്തുന്നു എന്ന് ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയുന്നിടത്താണ് ദൈവം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. രണ്ടാം രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർദവമായി കുമ്മനാടുള്ള സ്ഥലം സഭ ക്രമീകരിച്ചിട്ടുള്ള ഈ ക്ലാസ്സിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കും ദൈവ സഭകളുടെ ശുശ്രൂഷകന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവനാമത്തിലുള്ള സന്ധ്യ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ക്ലാസ് ഞാൻ ചില സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഓരോ സ്ഥലത്തും ഒരു നോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതിലല്ല മുന്നോട്ട് പോകാറുള്ളത്. ഓരോ സ്ഥലത്തുമുള്ള ആത്മാക്കളുടെ ആവശ്യം അറിയാവുന്ന ആത്മാക്കളുടേവനായ ദൈവത്തമ്പുരാനാണ്. ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ഒരു ശബ്ദം എന്നുള്ളതിലുപരി വേറെ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവശബ്ദത്തിന് മുൻപിൽ നമ്മളായിരിക്കാൻ പോവുക. നമ്മുടെ വിഷയം നമുക്കറിയാം എന്തായിരുന്നു? സഭായോഗങ്ങളെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും പറയണം, മറുപടി പറയണം. വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റുന്നത് ഒരുമിച്ച് വായിക്കണം. സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. അതൊരു കൽപ്പനയാണ്. അത് ഉപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ശിക്ഷ ഉണ്ടാകും എന്ന കാര്യത്തിൽ വെള്ളം ചേർക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അതിനാധാരമായി വായിച്ച വേദഭാഗത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഓർക്കുന്നു എന്ന് പ്രതീക്ഷിക്കുക. എബ്രായലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കാനായിട്ട് പോവുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 24 and 25. എബ്രായലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാം സമീപിക്കുന്നത് കാണുമ്പോഴും അത് അധികമായി ചെയ്യേണ്ടതാണ്. അവിടുത്തെ ആ വാക്ക് തന്നെയാണ് നമ്മുടെ പഠന പരാമർശമായിട്ടുള്ളത്. സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ആര് ഉപേക്ഷിക്കരുത്? ആര് സഭായോഗത്തിന് പോകണം? ഞാൻ. മറ്റുള്ളവർക്ക് പറയാൻ എളുപ്പമാണ്. ഞങ്ങളെന്ന് പറയാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഓർക്കുക, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞങ്ങളല്ല നിൽക്കുന്നത്, മറിച്ച് ആരാ നിൽക്കുന്നത്? ഞാനാ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാൻ ഓരോരുത്തർ, നമ്മൾ ഓരോരുത്തർ. അപ്പൊ ജീവിതത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കണം. നാം ഓർത്തതുപോലെ 122-ാം സങ്കീർത്തനത്തില് 1-ാം വാക്യത്തിൽ യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ആര് സന്തോഷിച്ചു? ഞാൻ സന്തോഷിച്ചു. താങ്ക് യു. ഞാൻ അതിനപ്പുറത്തേക്ക് ആദ്യത്തെ വിഷയത്തിൽ പോകുന്നില്ല. എന്തുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്നുള്ളതിന് 3 കാരണങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നാം വിശദമായി ഓർത്തു. അത് ഞാനൊന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? പ്രവർത്തികളുടെ പുസ്തകം 20-28 വരുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യമായ ദൈവസഭയുടെ യോഗങ്ങൾ അവഗണിച്ച ന്യായമായ കാരണം, ദൈവമുൻപാകെ ബോധിപ്പിക്കുവാൻ കഴിയാത്ത ഒരു കാരണത്താൽ അവഗണിച്ച ഉറപ്പാണ്
അത് നാം ഇൻഡയറക്ട്ലി, നാം മറ്റൊരു വശത്തിലൂടെ കർത്താവിന്റെ രക്തത്തെ അനാദരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോ ദൈവപുത്രന്റെ രക്തത്തെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ കോടതി ക്ഷമിക്കുന്ന കുറ്റമല്ല. അത് സ്വർഗത്തിന് ക്ഷമിപ്പാൻ കഴിയില്ല. ഓർക്കണം, യാതൊരു അർഹതയില്ലാതിരുന്ന നമ്മെ, പൊടികളായ നമ്മെ, സ്വർഗത്തിനും ഭൂമിക്കും അഖിലാണ്ടത്തിന്റെ നാഥനായവൻ മനുഷ്യനായി ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് നാം ഇന്നലെ ഓർത്തതുപോലെ ആ ചങ്കിലെ ചോരയുടെ അവസാന തുള്ളി വരെ തന്ന് വിലയുള്ളതായി കണ്ട്, ശ്രേഷ്ഠമായി കണ്ട് നമ്മെ സമ്പാദിച്ച ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നപ്പോ നാം യോഗത്തിന് പോകാതിരുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തിട്ട്, അത് കർത്താവിന്റെ രക്തത്തോടുള്ള അവഗണനയാണ്. എന്റെ സ്ഥലം സഭയിൽ ഒരു യോഗം നടക്കുമ്പോൾ ഞാൻ കാണേണ്ടത് എന്റെ സഭയിലാണ്, മറ്റുള്ളവരല്ല. അവരവരെ ദൈവമാക്കിയിരിക്കുന്ന സഭകൾക്ക് മാനുഷികമായ പരിമിതികൾ വരാം, നിശ്ചയമായി. കാരണം അവിടെ കൂടി വരുന്ന ആരാണ്? മനുഷ്യരാണ്. പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ഒരു സ്ഥലത്ത് ഒരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് എന്റെ സഭയിൽ ഒത്തിരി കുഴപ്പമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത സഭയുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണം. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സഭ ഉള്ളതായി എന്റെ അറിവില്ല. അഥവാ ഉണ്ടെങ്കിൽ നീ അവിടെ പോകരുത്, കാരണം നീ പോയാൽ അവിടെ ഇല്ലാത്ത കുഴപ്പം ഉണ്ടാകും. കാര്യം എന്നാ? നമുക്ക് പരിമിതികളുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത ചിലതൊക്കെ കണ്ടുവന്ന് വരാം, പാപത്തോട് ബന്ധപ്പെട്ടല്ല. എന്നാൽ എന്നെ കർത്താവാക്കിയിരിക്കുന്ന സഭയിൽ ഞാൻ ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ ആദ്യം എന്റെ സഭയുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മാത്രമേ, എന്റെ സഭയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മറ്റൊരിടത്തേക്ക് ശ്രദ്ധ പതിക്കുകയുള്ളൂ. ഇത് യാത്ര ചെയ്ത് കർത്താവാക്കിയിട്ടുള്ള ശുശ്രൂഷകന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പ്രാദേശിക സഭയിലെ വിശുദ്ധന്മാരുടെ കാര്യമാണ്. അത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ്. ആ യോഗങ്ങളെ അവഗണിച്ചാൽ കർത്താവിന്റെ രക്തത്തെ അവഗണിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തത് മത്തായി സുവിശേഷം 18:20 വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് അടിസ്ഥാനത്തിൽ സഭയുടെ കാന്തൻ, ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു, എന്നാ ചെയ്യുന്നുണ്ട്? സഭയുടെ കാന്തൻ സഭായോഗങ്ങളിലേക്ക് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, അതൊന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവ് കേൾക്കട്ടെ. എന്നാ ചെയ്യുന്നുണ്ട്? സ്തോത്രം, എഴുന്നള്ളി വരുന്നുണ്ട് മഹാരാജാധിരാജാവ്, കർത്താവ്, സർവശക്തനുമായ ദൈവം, സാധുക്കളായ ദൈവമക്കൾ കൂടുന്ന സഭായോഗങ്ങളിലേക്ക് ദൈവപുത്രൻ എഴുന്നള്ളി വരുന്നു. സഭയുടെ കാന്തൻ എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളതിനെ അനാദരിക്കരുത്. തന്നെ ഓർത്തതുപോലെ സഭായോഗത്തിന് താമസിച്ചു ചെല്ലുന്നത് പാപമാണ്. കാര്യം എന്താ? സഭയുടെ കാന്തൻ കൃത്യതയുടെ ദൈവമാണ്. ഗോഡ് ഓഫ് ഓർഡേഴ്സ്, ക്രമങ്ങളുടെ ദൈവമാണ്. ആ ദൈവം കൃത്യസമയത്ത് തന്നെ സഭയിൽ ഹാജരാകുന്ന ദൈവമാണ്. ആ കർത്താവിനെ നാം ആണ് കാത്തിരിക്കേണ്ടത്. നാം ആണ് കർത്താവിന്റെ പ്രജകളായിട്ടുള്ളത്. നാം ആണ് അപ്പന്റെ മക്കളായിട്ടുള്ളത്. നാം ആണ് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കപ്പെട്ടവരായിട്ടുള്ളത്. നമ്മുടെ കർത്താവിനെ നാം കാത്തിരിക്കുകയും ഒരു കാരണവശാലും ന്യായമായ കാരണമില്ലാതെ സഭായോഗങ്ങൾക്ക് താമസിക്കുന്നത് സ്വർഗത്തിന്റെ മുൻപിൽ അക്ഷന്തവ്യമായ പാപമാണ്, തെറ്റാണ്, പറയാതിരിക്കാൻ നിർത്തിയില്ല. മൂന്നാമത്തെ വിഷയം നമ്മൾ ഓർത്തത് ലേവ്യ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ എടുക്കുന്നില്ല. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ 11 പ്രാവശ്യം ഒരു പദം ആവർത്തിച്ചു വരുന്നുണ്ട്. എന്താ? എന്റെ യഹോവയുടെ, ഒന്ന് പറ, ആരും മിണ്ടുന്നില്ല. യഹോവയുടെ വിശുദ്ധ സഭായോഗം, മൈ ഹോളി കോൺവൊക്കേഷൻസ്. ഓരോ സഭായോഗവും അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകും. ഓരോ സഭായോഗവും യഹോവയുടെ വിശുദ്ധ സഭായോഗങ്ങൾ ആയതുകൊണ്ട് ഒരു സഭായോഗത്തെയും അനാദരിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഓർത്തത്. ഇത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ഒരു ചോദ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ വരാം, അനേകരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. അത് മറ്റൊന്നല്ല, എന്താ? ഏതൊക്കെയാണ് സഭയുടെ യോഗങ്ങൾ എന്നുള്ള ചോദ്യം ഇത് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപക്ഷെ വന്നുവെന്ന് വരാം. അതിന് നാം വേദപുസ്തകത്തിലേക്കാണ് തിരിയുന്നത്. ഏതൊക്കെയാണ് സഭായോഗങ്ങൾ? അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു പ്രാദേശിക സഭ ക്രമീകരിക്കുന്ന എല്ലാ യോഗങ്ങളും ഇത് തന്നെയാണ്, സഭായോഗമാണ്. ഞാനതിലേക്ക് ഒന്ന് പ്രാർത്ഥന, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒന്നും ഞാൻ പറയത്തില്ല. വേദപുസ്തകത്തിലുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ പുസ്തകം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്.
അപ്പൊ നോക്കാം ഏതൊക്കെയാണ് സഭയുടെ യോഗങ്ങൾ. നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന് 41-42 വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും 42-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ, ആ വാക്ക് എന്താണ് എന്ന് മേളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്നാ ചെയ്യുക എന്ന് പറ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും, രക്ഷിക്കപ്പെടുക എന്ന വാക്ക് കേട്ടവർ അവർ വിശ്വസിച്ചു, അവർ സ്നാനപ്പെട്ടു. 42-ാം വാക്യം ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. എന്നെ തന്നെ നോക്കണം. ഇനി ഇവിടെ എന്ത് നടന്നാലും എന്നെ തന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തന്നെ നോക്കി പ്രസംഗിക്കും, പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് 42-ാം വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ എന്താ വായിക്കുന്നത്? ഒന്ന് ചേർന്ന് വായിക്കാം. അവരെന്ന് പറഞ്ഞ ആരും രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പ്രാദേശിക സഭയോട് ചേർന്നവർ. അവരെന്നാ ചെയ്യുക? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 2 കൂട്ടായ്മ ആചരിച്ചു. 3 അപ്പം നുറുക്കി. 4 പ്രാർത്ഥന കഴിച്ചു. ഇതാണ് ഒരു പ്രാദേശിക സഭയുടെ യോഗങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്നത് എല്ലാവരും നമ്മളതിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഞാനൊരു വസ്തുത ആദ്യം തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ചിന്തിക്കുന്ന എന്താ? നമ്മളാണ് ക്രമം ഇട്ടതെങ്കിൽ എങ്ങനെ ഇട്ടേനെ? ആദ്യം ഏത് യോഗ? ആരാധനയോ? അങ്ങനെ ക്രമം ഇട്ടിട്ട് നമ്മൾ ഒടുവിൽ പറയുന്നതാണ് ഈ പറയുന്ന മറ്റു പല മീറ്റിങ്ങുകൾ. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഈ വേദപുസ്തകത്തിന്റെ ക്രമം അങ്ങനെയല്ല. ആദ്യം ഒന്ന് അപ്പം നുറുക്കാനല്ല പറഞ്ഞത്. അപ്പം നുറുക്കുന്നതിന് മുൻപ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന, അവന്റെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്ന, അവന്റെ ജീവിതത്തിന്റെ കുറവുകളെ തിരുത്തുവാൻ ദൈവം സജ്ജീകരിച്ചിട്ടുള്ള മറ്റു ചില മീറ്റിങ്ങുകൾ ഉണ്ട്. ആ മീറ്റിങ്ങുകളിൽ വന്നിട്ടുള്ളവർക്കാണ് ഈ മേശയിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ളത് എന്നാണ് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ ക്രമം മാറ്റി. നമ്മുടെ ചിന്ത എന്താ? ഞായറാഴ്ച വരുന്നുണ്ടോ? ഓ, വലിയ സന്തോഷം. ഇനി ഞായറാഴ്ച വന്ന ആദ്യത്തെ യോഗത്തിനുണ്ടോ? കർത്തൃമേശ എടുത്തോ? വലിയ സന്തോഷം. അവിടെ തീരുകയില്ല. അങ്ങനല്ല വേദപുസ്തകം പറയുന്നത്. ഞാൻ ആമുഖമായി ഇങ്ങനെ പറയട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ഈ പുസ്തകം പറയുന്നത് കേൾക്കാൻ എല്ലാ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആർക്കും അതിൽ നിന്ന് യാതൊരു കഴിവുമില്ല. നോക്കാം, അതിൽ ഒന്നാമത്തെ മീറ്റിംഗ് എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ മീറ്റിംഗ് 42-ാം വാക്യം ആരംഭിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഈ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത് കൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് ഉദ്ദേശിക്കുന്ന വിഷയം എന്താ? അതിനെ കൃത്യമായി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേദപുസ്തക പഠനം, ബൈബിൾ സ്റ്റഡിയാണ് ഈ ക്രമങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഞായറാഴ്ച യോഗത്തിന് വന്നോ, ബാക്കി യോഗത്തിന് വന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല. പ്രത്യേകിച്ചും ഒരു സ്ഥലം സഭയില് ആള് കുറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 യോഗങ്ങളുണ്ട്. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ ഒടുവിൽ സമയം ഉണ്ടെങ്കിൽ പൊക്കോളാം. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഏറ്റവും ആള് കുറയുന്ന 2 യോഗങ്ങളിൽ ഒരു യോഗം ഏതാണ്? ബൈബിൾ സ്റ്റഡിയാണ്, അല്ലേ? ഒരു 200 പേരുള്ള സഭയാണെങ്കിൽ, 500 പേരുള്ള സഭയാണെങ്കിൽ, 50 പേരുള്ള സഭയാണെങ്കിൽ അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് മാത്രമായിരിക്കും ബൈബിൾ സ്റ്റഡിക്ക് വരിക. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കർത്തൃമേശയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം നീ പോകേണ്ടുന്ന യോഗം വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് ബൈബിൾ പഠനമാണ്. അതിനൊരു കാരണമുണ്ട്. ഈ വേദപുസ്തക പഠനം നടന്നാൽ മാത്രമേ നമ്മുടെ ശുദ്ധീകരണം ലോകത്തിൽ നടക്കത്തുള്ളൂ. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. വിഗ്രഹാർപ്പണത്തോട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവിടെ ഒരു പദമുണ്ട്. പ്രാർത്ഥനയാലും ദൈവവചനത്താലും എന്നാ ചെയ്യപ്പെടുന്നു? വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രാർത്ഥനയാലും ദൈവവചനത്താലും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ കുറവുകൾ തിരുത്തി കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നവരാണ് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കേണ്ടത്. നാം ആ ക്രമത്തിന് എന്ന് വിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയോ? എന്ന് സഭയുടെ ശുശ്രൂഷകന്മാർ ആ ക്രമത്തിന് കണ്ണടച്ചുവോ? എന്ന് വിശ്വാസികൾ ഈ ക്രമത്തിന് മാറ്റം വരുത്തി ജീവിതങ്ങളിൽ പാപത്തിലേക്ക് തള്ളിവിട്ടുവോ? അന്ന് മുതൽ നമ്മുടെ സഭകളുടെ പരാജയം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. We have to turn back to the word of God. നാം ദൈവവചനത്തിലേക്ക് തിരിച്ചു വന്നേ സാധിക്കും.
നന്നായിരിക്കത്തുള്ളൂ. ബാക്കി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. വേറെ എന്തെല്ലാം ചെയ്താലും സഭ നന്നാവില്ല. വേറെ എന്തെല്ലാം മാനുഷിക പ്രയത്നങ്ങൾ ചെയ്താലും, ലോകത്തിൽ ഏറ്റവും വലിയ പ്രഭാഷകന്മാരെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ നിങ്ങൾ പ്രസംഗിപ്പിച്ചാലും, ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വേദപുസ്തകം പറയുന്ന ക്രമം അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതിന് വെള്ളം ചേർക്കാൻ വചനം അനുവദിക്കുന്നില്ല. അതിൽ ഒന്നാമത്തെ മീറ്റിംഗ് ഏതാ? അവിടെ പറയുക, എന്തിനാണ് ഇത് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിട്ടുള്ളത്? സഭയുടെ തുടക്കമാണ്. ആ സഭയുടെ തുടക്കത്തിൽ തന്നെ ദൈവം തമ്പുരാൻ സഭയുടെ ആദിമ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുമ്പോ അതിലാദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഈ വേദപുസ്തക പഠനത്തിന്റെ കാര്യം എന്താ? എന്തിനാ വേദപുസ്തകം പഠിക്കുന്നത്? നിരവധി കാരണങ്ങൾ നമുക്ക് അറിയാത്തതല്ല. ഞാൻ 2 കാരണം മാത്രം ഒരു പഠനം എന്ന നിലയിൽ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ വാക്യം നമുക്ക് എടുക്കാം. 119 സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 105 വാക്യം എല്ലാവരും ഒന്ന് എടുക്കണം. 119 സങ്കീർത്തനം അതിന്റെ 105 വാക്യം എന്താ വായിക്കുന്നത്? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് എന്താണ്? പ്രകാശവുമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനാ ഒരു സഭ വചനം പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഒരു വിശ്വാസി വചനം പഠിക്കേണ്ടത്? എന്തിനാണ് ഒരു കുടുംബം വചനം പഠിക്കുവാൻ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ സഭ ക്രമീകരിക്കുന്ന മീറ്റിംഗിലേക്ക് പോകേണ്ടത്? ഞാനൊരു വസ്തുത നിങ്ങളോട് ദൈവപക്ഷത്ത് നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ വചന പഠനം നമുക്ക് പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷകൾ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് നറുക്കിട്ട് കൊടുക്കേണ്ടതല്ല. ഇവിടുത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവമുൻപാകെയാണ് ഞാൻ പറയുന്നത്. ആരുടെയും വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ദൈവം എന്നോട് പറയുന്നത് ഇന്ന് രാത്രി എന്റെ അവസാന ശുശ്രൂഷയാണെങ്കിലും അത് പറയുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ദൈവസഭയുടെ ശുശ്രൂഷകൾ ദൈവം അതിനാക്കി വെച്ചിട്ടുള്ളവരാണ് ചെയ്യേണ്ടത്. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം. നാം ദൈവവചനം കേൾക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുമ്പോൾ നാം പഠിപ്പിക്കുന്നവരുടെ കഴിവ് നോക്കിയല്ല നാം അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ പറയുന്നയാൾ ആരുമാകട്ടെ, കേൾപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിലേക്കും സ്ഥിരമായിട്ടുള്ള ദൈവത്തിന്റെ മാറ്റപ്പെടാത്ത വചനമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു സഭ ക്രമീകരിക്കുന്ന വചന പഠനത്തിലേക്ക് ഒരു പ്രാദേശിക സഭയിലെ എല്ലാ വിശ്വാസികളും നിശ്ചയമായും മുടക്കില്ലാതെ കടന്നു ചെന്നില്ലെങ്കിൽ പാപത്തിന്റെ അന്ധകാരം ജീവിതത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യട്ടെ? വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം ഒഴികെ ഏത് മനുഷ്യനും വീഴ്ച വരാം. എത്ര കരുത്തനായ ദൈവദാസനാണെങ്കിലും, സഭയിൽ എത്ര ശുശ്രൂഷിക്കുന്നയാളാണെങ്കിലും, വിശുദ്ധ ജീവിതത്തിൽ ഒരു സഭയ്ക്ക് മാതൃകയുള്ളതാണെങ്കിലും, ഏത് വ്യക്തിയും പാപത്തിൽ വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് പാപത്തിന്റെ അന്ധകാരം വരാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപമായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ ചുറ്റുപാടും എത്ര സഭകളുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സഭകളൊക്കെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. പക്ഷേ കാലത്തിന് അതീതനായ, ദേശത്തിന് അതീതനായ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി അവിടുത്തെ വചനവുമായിട്ട് എന്നെ ഇവിടെ നിർത്തുമ്പോൾ അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന പ്രാദേശിക സഭയുടെ ആ ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാതിരുന്നാൽ നിങ്ങൾ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതവിടെ കാണുന്നത്, അങ്ങയുടെ വചനം എന്റെ കാലിന് ദീപമാണ്, അതിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. സുവിശേഷത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വാക്ക് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നെടുത്താട്ടെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എടുക്കാമോ? അതിന്റെ 12-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. കർത്താവ് പറഞ്ഞ കാര്യമോ? യേശു പിന്നെയും, ഒരുമിച്ച് വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. കർത്താവ് പറഞ്ഞത് ഇവിടെ കർത്താവിനെ അനുഗമിക്കുന്നവന്റെ കാര്യമാണ്. കർത്താവിനെ അനുഗമിക്കുന്നവന്റെ പ്രത്യേകത എന്താ? അവൻ ഇരുട്ടിൽ നടക്കാതെ എന്ത് ചെയ്യും? ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. ഇന്ന് രാത്രി ഞാൻ ഇനി ഓർമ്മപ്പെടുത്തട്ടെ, ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചമായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചമായ കർത്താവ് ആ ക്രിസ്തു ആഗ്രഹിക്കാത്ത പാതയില്
ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, കർത്താവ് ആഗ്രഹിക്കുന്നത് പുറമേയുള്ള വിശുദ്ധി മാത്രമല്ല, മറിച്ച് അകത്തുള്ള വിശുദ്ധി കൂടെയാണ്. വിശുദ്ധ വേദപുസ്തകത്തില് അനേക വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഹൃദയങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നാം നടക്കണമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിന് വേറെ ഒരു കുറുക്കു വഴിയുമില്ല. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ വഴി എന്താ? നാം കർത്താവിനെ അനുഗമിക്കുക. കർത്താവ് പറഞ്ഞ ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. എന്നെ അനുഗമിക്കുന്നവരുടെ പ്രത്യേകത, അവൻ എന്റെ ശബ്ദം കേൾക്കുന്നു, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ മേച്ചിൽപ്പുറത്തിലേക്ക് വരികയാ. കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒരു പ്രാദേശിക സഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള ആദ്യത്തെ കൂടിവരവ് അത് ഞായറാഴ്ചത്തെ യോഗമല്ല. ഇന്ന് രാത്രി ഞായറാഴ്ച യോഗത്തിൽ തൃപ്തിപ്പെട്ടിട്ട് മറ്റു യോഗങ്ങളിൽ പോകാതിരിക്കുന്ന ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ കണിശമായി ഞാൻ പറയട്ടെ, സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യുന്നത് ദൈവം മുൻപാകെ കഠിനമായ തെറ്റാണ്. ദൈവം ഇന്ന് രാത്രി പറയുക, അതെനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മുടെ സഭകളിൽ വചന പഠനത്തിനുള്ള ക്രമീകരണം ഉണ്ടാകണം. സഭാഹോളുകളിൽ ദൈവത്തിനെ പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നിടത്ത് വളരെ ആത്മഭാരത്തോടുകൂടെ അതെടുക്കുന്ന വിശ്വാസികള്, ദൈവദാസന്മാർ അത് നിർവഹിക്കണം. ഞാൻ എന്റെ കൊച്ചു സഭയിൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഇല്ല എന്നല്ല. ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ഇത് പൂരിപ്പിക്കരുത്. രണ്ട്, വചനം പഠിക്കാൻ സമയം വേർതിരിക്കാനില്ലാത്ത ഒരാൾ ഈ പുസ്തകം പഠിപ്പിക്കാൻ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ്. കാര്യമില്ല, യേശുവിന്റെ ശബ്ദം കേൾക്കണം, ആത്മാക്കളുടെ മുന്നിലിരിക്കണം. ആ കർത്താവ് പറയുന്ന ശബ്ദം കേട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച് എന്റെ ജീവിതത്തെ തിരുത്തി ഞാൻ അതിൽ നിന്ന് മാറ്റങ്ങളുള്ളവനായിട്ട് വേണം മറ്റുള്ളവരോട് ദൈവത്തിന്റെ മാറ്റപ്പെടാത്ത വചനം പ്രസംഗിക്കാനായിട്ട്. ഇന്ന് രാത്രി മറക്കരുത്, ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് അത് ഞായറാഴ്ചത്തെ യോഗമല്ല, ഞായറാഴ്ചത്തെ യോഗത്തോടെ തീരുന്നതുമല്ല. ഞായറാഴ്ച യോഗത്തിന് വരുന്നതിന് മുൻപ് എവിടെ വരണം? വേദപുസ്തകം പഠിപ്പിക്കുന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് വരണം. എന്തുകൊണ്ട് ബൈബിൾ പഠനം? രണ്ടാമത്തെ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ മുമ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് ഒന്ന് വരാം. 1 തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ നമുക്ക് മറ്റൊരു കാരണം കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് പ്രാദേശിക സഭ ബൈബിൾ സ്റ്റഡി മുടങ്ങാതെ വെക്കണം? അത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ട് പ്രാദേശിക സഭ ബൈബിൾ സ്റ്റഡി വെക്കണം? ഇത് മറക്കാൻ പാടില്ല. അവിടെ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ ഉത്തരം തിമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്താ വായിക്കുന്നത്? നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിലെന്നാ ചെയ്യുക? ഉറച്ചു നിൽക്കുക. എന്നിട്ട് എന്നാ പറയുന്നത്? അങ്ങനെ ചെയ്താൽ നീ എന്നാ ചെയ്യും? നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും എന്നാ ചെയ്യും? രക്ഷിക്കും. ഇത് ആത്മരക്ഷയെ കുറിച്ചുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, ആണോ? അല്ല. തിമോഥെയോസ് ആരാ? രക്ഷിക്കപ്പെട്ടാണോ? തിമോഥെയോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നല്ലൊരു യൗവനക്കാരനായ സഭാ ശുശ്രൂഷകനാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലാഘിക്കുന്ന മനുഷ്യനാണ്. വിശ്വാസത്തിന്റെ നിജപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നയാളാ. ആ ആളോട് പറയുമ്പോൾ ആത്മരക്ഷയല്ല, മറ്റൊരു രക്ഷയാണ്. എന്താ അവിടെ പറയുന്നത്? ആദ്യം തന്നെ പറയുക, നിന്നെ തന്നെയും പിന്നെ എന്നാ സൂക്ഷിച്ചോണം? നിന്റെ ഉപദേശത്തെ. നിന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിത വിശുദ്ധി ഉണ്ടാകും. അതാ പ്രസംഗിക്കുന്ന ഒരാളുടെ, വചനം പഠിപ്പിക്കുന്ന ഒരാളുടെ, ഓരോ വിശ്വാസിയുടെയും ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. പാപം ചെയ്യുന്ന ആളാകരുത്. പാപം വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ പാപം മനഃപൂർവ്വമായി ചെയ്ത് പാപവുമായി മുന്നോട്ട് പോകുന്ന ജീവിതത്തിന്റെ ക്രമമില്ലാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ വചനം അനുവാദം തരുന്നില്ല. എന്നാൽ ജീവിത വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അപ്പോസ്തലനായ പൗലോസ് ഈ വചന പഠനത്തിലേക്ക് സഭകളെ തിരിച്ചു വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് നിന്നെ സൂക്ഷിക്കണം. 2, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. അതെ, ഈ ഉപദേശം എവിടെ നിന്നാണ് പഠിക്കുന്നത്?
ഇന്ന് നമ്മുടെ സഭകളില് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, അത് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം എടുക്കരുത്. ഇവിടെയും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ ചിന്ത. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, യഹോവ സാക്ഷികളോ ദുരുപദേശക്കാരോ നമ്മുടെ ഭവനങ്ങൾ കണ്ടാൽ അവർ എന്നാ ചെയ്യുമായിരുന്നു? ബ്രദറുകാരുടെ വീടാണെങ്കിൽ കേറാതെ പോകും. ഇന്ന് അവര് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ എന്നാ ചെയ്യത്തില്ല? കഥക് തുറക്കത്തില്ല. നമുക്ക് വാക്യമൊക്കെ പറയാനുണ്ട്, നമ്മൾ എന്താ തുറക്കാത്തത്? നമ്മളിൽ അനേകർക്ക് അവരോട് തിരിച്ചു പറയാനുള്ള വേദഭാഗങ്ങൾ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമല്ലാത്തത് കൊണ്ട്, എന്റെ കുറവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, എന്റെ ഹൃദയത്തിൽ ഉപദേശത്തിന്റെ നിശ്ചയമില്ലാത്തത് കൊണ്ട്, ഞാൻ ശത്രുവിന്റെ മുൻപിൽ പിശാചിന്റെ ദുരുപദേശങ്ങൾക്ക് മുമ്പിൽ ആടിയുലയവനായി തിരികെ. ആ രക്ഷയെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഒന്ന്, ബൈബിൾ പഠനത്തിന്റെ ആവശ്യകത വിശുദ്ധ ജീവിതത്തിലേക്ക് നിന്നെ തന്നെ സൂക്ഷിക്കുക. രണ്ട്, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. ഈ ഉപദേശമല്ല വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിന്റെ മുന്നിൽ വ്യക്തിപരമായി സമയം ചിലവഴിച്ച് വചനം പഠിക്കാനായിട്ട് സമയം വേർതിരിച്ച് ദൈവസഭയുടെ യോഗങ്ങളിൽ ഉപദേശ വിഷയങ്ങളിലേക്ക് തിരിച്ചു വന്ന് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു രക്ഷണവും ഉണ്ടാകുക. അതിനവിടെ പറ്റി പറയുന്നത് എന്താ? നീ സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ തന്നെ എന്നാ ചെയ്തോണം? ഉറച്ചു നിൽക്കുക. ഒന്ന് ചേർന്ന് പറയുന്ന സന്തോഷമാ. ഇതിൽ എന്നാ ചെയ്തോണം? ഉറച്ചു നിന്നോണം. ഉപദേശത്തിൽ ഉറച്ചു നിന്നോണം. ജീവിത വിശുദ്ധിയിൽ ഉറച്ചു നിന്നോണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിശാചിനെ നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ മറ്റെന്തുണ്ടെങ്കിലും എന്തില്ല, പ്രയോജനമൊന്നുമില്ല. അത് സംഭവിക്കേണ്ടത് എവിടെയാണ് അറിയാമോ? വേദപുസ്തകം പഠിപ്പിക്കുന്ന സഭായോഗങ്ങളാണ്. അർത്ഥം ബൈബിൾ സ്റ്റഡികളിൽ നടക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ഒരു കാര്യം പറയുന്നു, അങ്ങനെ ചെയ്താൽ, അതായത് നിന്നെ തന്നെ സൂക്ഷിച്ചാല്, നിന്റെ ഉപദേശത്തെ സൂക്ഷിച്ചാല്, നീ ഉപദേശത്തിൽ ഉറച്ചു നിന്നാല്, അങ്ങനെ നീ ചെയ്താൽ നിന്നെ രക്ഷിക്കും, പിന്നെ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വളരെ വ്യക്തമായി പറയട്ടെ, നീയും നിന്നെ കേൾക്കുന്നവരും ഉപദേശത്തിന്റെ കാര്യത്തില് ദുരുപദേശത്തിന്റെ കൊടുങ്കാറ്റ് വരുമ്പോൾ നീ ആടിപ്പോകാതെ ഈ പുസ്തകം പറയുന്ന യഥാർത്ഥമായ സത്യത്തില് ഉറച്ചു നിൽക്കും. നീ ക്രിസ്തുവാകുന്ന ഭാഗത്തെ അടിസ്ഥാനമുള്ളവരായി ഉപദേശ സത്യങ്ങളെ പരിപാലിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകും. അതാണ് നമ്മുടെ സഭകളുടെ മുഖമുദ്രയായിരുന്നത്. ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, കർത്താവ് ആദ്യം വെച്ച മീറ്റിംഗ്, ഞാൻ ആവർത്തിക്കുന്നു, കർത്താവിന്റെ മേശയുടെ യോഗമല്ല, മറിച്ച് ഇവിടെ വരാനായിട്ട് പറയുന്നത് വചനം പഠിക്കാൻ. ഈ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. എന്നാ സംഭവിക്കും? എന്റെ കുറവിനെ ഞാൻ കാണും. ചിലപ്പോൾ ഞാൻ വേദപുസ്തകം തന്നെ ഇരുന്ന് പഠിക്കുമ്പോ, എന്റെ പിതാവിന്റെ പഠനമുറിയിൽ ഇരിക്കുമ്പോ ഞാൻ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ തറയിലേക്ക് അറിയാതെ വീട് കിടക്കാറുണ്ട്. കാര്യം ദൈവം എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത അനേക കുറവുകൾ എനിക്ക് കാണിച്ചു തരുമ്പോ എനിക്ക് ദൈവത്തോട് തിരിച്ചൊന്നും പറയാനില്ല, എനിക്കൊന്നും ന്യായീകരിക്കാനില്ല. അതൊരു വാക്കിന്റെ കാര്യമായിരിക്കാം, ഒരു ചിന്തയുടെ കാര്യമായിരിക്കാം, ഒരു ചെറിയ വിഷയമെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ ആ ചെറിയ വിഷയം മുഖാന്തരം ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തടസ്സമുണ്ടെന്ന് സ്വർഗം ബോധ്യപ്പെടുത്തുമ്പോൾ നെടുമ്പാട് വീണാണ്. അങ്ങനെ വീണ ആ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന യോഗങ്ങളാണ് സഭയുടെ വേദപുസ്തക പഠന ക്ലാസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സഭായോഗം നിങ്ങൾ പറയാതെ മുമ്പോട്ടൊന്നും പോകത്തില്ല, ഉറപ്പാണ്. നമ്മുടെ ഒന്നാമത്തെ യോഗം ഏതാ? വേദപുസ്തക ക്രമമനുസരിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ ആദ്യം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ബൈബിൾ സ്റ്റഡി സഭകളിൽ അതിന്റെ സമയമൊക്കെ സഭയ്ക്ക് തീരുമാനിക്കാം, അതിന്റെ സാഹചര്യങ്ങൾ സഭയ്ക്ക് തീരുമാനിക്കാം, അതിലൊക്കെ പ്രാദേശിക സഭയ്ക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഉണ്ടായിരിക്കണം അതിന്റെ പഠനം. ഒന്ന്. ഇനി രണ്ടാമത്തേത് ഏതാ? അവിടെ നമ്മൾ വായിച്ചു, എന്നതായിരുന്നു? അവർ അപ്പോസ്തലന്മാരുടെ അതെങ്കിലും ഒന്ന് പറ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപദേശം കേട്ട് കഴിഞ്ഞിട്ട് മറ്റെന്താ പറഞ്ഞത്? ആ കൂട്ടായ്മ ആചരിച്ചു. എന്തു ഈ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞു? അതെന്താ? രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. ഈ രണ്ടാമത്തെ ഗണത്തിൽ ഒത്തിരി മീറ്റിംഗ് വരും. ഈ രണ്ടാമത്തെ ഗണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കൂട്ടായ്മയുടെ യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സഭയിലുള്ള വിശുദ്ധന്മാർക്ക്
തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന, തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്ന മീറ്റിങ്ങുകളാണ്. നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്നാ ചെയ്യാറുണ്ട്? ഒന്ന് പറ, ആരും ചെയ്യാത്തതുപോലെ മിണ്ടാതിരിക്കുന്നത്. കൈ കൊടുക്കാറുണ്ട്. നമ്മളത് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയും. ഞാൻ പൂവത്തെടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം? അതൊരു ചരിത്രപരമായ പദമാണ്. ഒന്നാമത്തെ ലോകമഹായുദ്ധമാണോ രണ്ടാം ലോകമഹായുദ്ധമാണോ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വായിച്ചത് ഈ ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്മസ് കാലഘട്ടമാണ്. അപ്പൊ എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബങ്കറുകളിലൊക്കെ ഒളിച്ചിരുന്ന പട്ടാളക്കാരൊക്കെ പുറത്തേക്ക് വെള്ളക്കൊടിയൊക്കെ വീശിക്കൊണ്ടിങ്ങനെ വരികയാണ്. പക്ഷെ ഈ വെള്ളക്കൊടിയൊക്കെ വീശിയിട്ടും ക്രിസ്തുമസിന്റെ കാലഘട്ടം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഈ വരുന്ന ഈ പട്ടാളക്കാർക്ക് പരസ്പരം ഒരു വിശ്വാസമില്ല. അഥവാ അവനെങ്ങാനും കയറി എന്നാ ചെയ്താലോ വെടിവെച്ചാലോ. അപ്പോ ഈ സഖ്യസേനകളുടെയും അച്ചുതണ്ട് ശക്തികളുടെയും ഈ കമാൻഡർമാർ, ജനറൽമാർ തമ്മിൽ വന്ന് അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആ ഷെയ്ക്ക് ഹാൻഡിൽ അർത്ഥമുണ്ടായിരുന്നു, എന്റെ കയ്യിൽ ആയുധങ്ങളില്ല. അതാണ് അതിന്റെ അർത്ഥം. ചരിത്രപരമായ അർത്ഥം അതാണ്. എന്റെ കയ്യിൽ ആയുധങ്ങളില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു സഹോദര, പൊന്നു സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്റെ കൂട്ട് സഹോദരനോട് സംസാരിക്കാതെയും കൈപ്പും വെച്ചുകൊണ്ട് നീ കർത്താവിനെ ആരാധിക്കാതിരിക്കാനാണ് ആദ്യം വേദപുസ്തക പഠനത്തിലൂടെ നിന്റെ ജീവിതത്തിന്റെ കുറവ് കാണിച്ചു തന്നിട്ട് നിന്റെ സ്നേഹം വർദ്ധിപ്പിക്കുന്ന രണ്ടാം തലത്തിലെ യോഗം, ക്രമങ്ങളുടെ ദൈവം മനുഷ്യന് തെറ്റിയാലും ദൈവത്തിന് തെറ്റാത്ത ക്രമമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിട്ട് പറയുക, സഭയ്ക്ക് കൂട്ടായ്മ യോഗങ്ങൾ ഉണ്ടാകും. ഈ കൂട്ടായ്മ യോഗം നിർബന്ധമാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യം വായിക്കാം. ഒന്ന് രണ്ട് വാക്യം നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് നോക്കിയാൽ നല്ലതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ആ കൂട്ടായ്മ യോഗത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതൊന്നും ഞാൻ പറയുന്നില്ല, എന്നേക്കാൾ നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം പറഞ്ഞേൽപ്പിച്ചത് അതിന്റെ പ്രാധാന്യത്തോടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം, രണ്ടാം ഭാഗം നമുക്കറിയാം, ആദ്യ ഭാഗം ഒന്ന് എടുത്തു. 1 യോഹന്നാൻ 1:7 അതിന്റെ ആദ്യ ഭാഗം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാരും വായിക്കണം. എന്നോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ വായിക്കാം. ഞാനൊന്ന് നോക്കട്ടെ ആർക്കൊക്കെ കൂട്ടായ്മ ഉണ്ടെന്ന്. 1 യോഹന്നാൻ 1:7 വാക്യം അതിന്റെ ആദ്യ ഭാഗം നമുക്ക് എല്ലാവർക്കും വായിക്കാം. കർത്താവ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ എന്നാ ഉണ്ട്? കൂട്ടായ്മയുണ്ട്. അപ്പൊ നമുക്ക് തമ്മിൽ എന്നാ ഉണ്ടാകും? നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയതാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളൊരു കുടുംബത്തിന്റെ അംഗമായി. ഏത് കുടുംബത്തിന്റെ? ദൈവ കുടുംബത്തിന്റെ അംഗമായി. നമുക്ക് തമ്മിൽ എന്നാ ഉണ്ട്? അടിസ്ഥാനപരമായി നമുക്ക് തമ്മിൽ എന്നാ ഉണ്ട്? ഒരു സംശയമില്ല. നമ്മൾ ആദ്യമായിട്ട് കണ്ടാലും നമുക്ക് എന്നാ ഉണ്ട്? കൂട്ടായ്മ ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ദൈവസ്നേഹം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിൽ എന്നാ ഉണ്ടാവണം? കൂട്ടായ്മ ഉണ്ടാവും. അപ്പൊ എന്തിനാ കൂട്ടായ്മ? ഈ കൂട്ടായ്മയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ പരിഹരിച്ച് പരസ്പരമുള്ള സ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ആ കൂട്ടായ്മയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. എന്നതാ? അവിടുന്ന് വെളിച്ചത്തിൽ, അവിടുന്ന് ഈ തൊണ്ടയില്ലാതെ എന്നെ കൂടെ തന്നെ പറയിപ്പിക്കുന്ന കഷ്ടമാണ് കേട്ടോ. 7-ാം വാക്യത്തിൽ അവിടുന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ. എന്താ ഈ വെളിച്ചം? ക്രിസ്തുവാണ്. വെളിച്ചം ദൈവമാണ്. ഈ വെളിച്ചത്തിന് മറ്റൊരു പറയാമോ? വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാല് വിശുദ്ധിയാണ്. അപ്പം തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ ഫൗണ്ടേഷൻ ഓഫ് അവർ റിലേഷൻഷിപ്പ്, ആ ഫെലോഷിപ്പ്, ഇറ്റ് ഈസ് അവർ ഹോളിനെസ്. വിശുദ്ധിയാണ്, ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുന്നതാണ്, ആ വിശുദ്ധിയിൽ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ബന്ധമാകരുത്. സാധാരണ ഭാഷ പറയും ഒരു പാലമിട്ട അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വേണ്ടാത്ത ഏതേലും കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും എനിക്കൊരു വേണ്ടാത്ത കാര്യം വന്നാ എന്നാ ഏതോണം? അതല്ല സഭയ്ക്ക്. സഭയിൽ അങ്ങനൊന്നുമില്ല. സഭയിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം
സഭയിലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനം മാനുഷികമായ ഘടകമല്ല, മറിച്ച് അത് കർത്താവിന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണ്. സ്തോത്രം. അതിനൊക്കെ സ്തോത്രം പറയാൻ പറ്റി എത്ര നല്ലതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഭായോഗങ്ങളെ കുറിച്ച് പറയുമ്പോ രണ്ടാമത്തെ വിഷയം കൂട്ടായ്മ യോഗമാണ്. അവിടെ പറയുക, കർത്താവ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ എന്നാ ഉണ്ട്? കൂട്ടായ്മയുണ്ട്. എന്നിട്ട് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന 1 യോഹന്നാൻ നാം വായിക്കുന്നത് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. അപ്പൊ ഈ ലേഖനം എഴുതിയത്, കർത്താവിനെ പറ്റി പറഞ്ഞത്, സുവിശേഷം പറഞ്ഞത്, വചനം പറഞ്ഞത്, അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താ? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയും. അപ്പൊ എന്താ പർപ്പസ്? നിങ്ങൾക്ക് എന്നാ ഉണ്ടാവണം? കൂട്ടായ്മ. ഉപദേശപരമായ ഉണ്ട്, രക്ഷിക്കപ്പെട്ടപ്പോ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് നിങ്ങളുടെ അറിവിൽ നിന്ന് പ്രായോഗിക തലത്തില് ഈ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ സഭയിൽ തമ്മിലുള്ള ഹൃദ്യത ഉണ്ടാകും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സഭായോഗം കഴിഞ്ഞു, എല്ലാവരും അപ്രത്യക്ഷം. പണ്ട് ഞാൻ അത് കണ്ടത് ഒരിടത്ത്, സ്ഥലമൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾക്കൊക്കെ അനുഭവമുണ്ട്. എന്താ? ചിലപ്പോഴൊക്കെ നമുക്കറിയാം പെട്ടെന്ന് പോകുക. അല്ല, അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. യോഗത്തിന് നേരത്തെ വരിക, തമ്മിൽ സംസാരിക്കുക. ഹോളിനകത്ത് കയറി ഇരുന്നല്ല സംസാരിക്കേണ്ടത്. 10 മണിക്ക് ആരാധനയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മുമ്പുള്ള സമയം ഒന്ന് ശാന്തമായിരുന്ന ജീവിതത്തെ പരിശോധിക്കണം. ഈ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈ കൊടുത്തിട്ട് എന്നാണ് വിശേഷം എന്ന് ചോദിക്കണം. എങ്ങനെയുണ്ട് ശരീരസ്ഥിതി എന്ന് ചോദിക്കണം. വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കണം. അതാലോചിച്ച് വെച്ചാൽ മതി. നിന്റെ ജീവിതത്തില് സന്തോഷമാണോ എന്ന് ചോദിക്കണം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെയുള്ള ഹൃദ്യത, അതാണ് വിഷയം. പിരിഞ്ഞു പോകാൻ മടിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. സ്തോത്രം. ഈ സഭാ യോഗങ്ങളൊക്കെ, അതായത് പുതിയ കൂടിവരവുകൾ തുടങ്ങുന്ന കാലഘട്ടം പ്രത്യേകിച്ച് എന്നാ സന്തോഷമാണ് അറിയാം. ആരും പോകത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവായി എല്ലാവരും പുറത്തു പോകണം. കാര്യം ഹോൾ അടയ്ക്കാൻ ഇവർ പോകത്തില്ല. നമുക്കാണെങ്കിൽ വിശപ്പുണ്ടാകാം, ക്ഷീണമുണ്ടാകാം, തളർച്ചയുണ്ടാകാം. പക്ഷേ വിശ്വാസികൾ പിരിഞ്ഞു പോകുന്നില്ല. അതിന്റെ സന്തോഷം എന്താ? ഹൃദ്യമായ ഒരു ബന്ധമാണ്. അപ്പോസ്തലനായ യോഹന്നാന് ഇവിടെ പറയുക, സഭായോഗങ്ങളെ കുറിച്ച് പറയുമ്പോ 2 കൂട്ടായ്മ യോഗങ്ങളാണ്. അത് നിങ്ങൾക്ക് തമ്മിൽ എന്നാ ഉണ്ടാവണം. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് 3-ാം വാക്യത്തില്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണമെന്ന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. എന്നിട്ട് അടുത്ത കാര്യം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക്. നമുക്കെന്താ ഈ സന്തോഷം? നമ്മുടെ ഹോളുകളിൽ വരുന്ന ഒരു പുറത്തെ ഒരാൾക്ക് കാണാൻ പറ്റിയ ഒന്നും ആകർഷണീയമായിട്ട് ലോകപ്രകാരം ഇല്ല. ഉണ്ടോ? ഇല്ല. നമുക്കെന്നാൽ അവർക്കില്ലാത്ത ഒന്നും ഉണ്ടാകണം. എന്താ? നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുള്ളവർ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള സന്തോഷം. ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഈ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അവിടെ പറയുന്നു, ആദ്യം നിങ്ങൾക്ക് തമ്മിൽ എന്നാ ഉണ്ടാവണം? കൂട്ടായ്മ. എന്നിട്ട് ആ കൂട്ടായ്മയിൽ വളർന്നു വരുമ്പോൾ ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മയുള്ള നമ്മൾ അത് ശരിയായിട്ട് ആസ്വദിക്കുന്ന അനുഭവത്തിന്റെ ഉയരങ്ങളിലേക്ക് വരികയാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഞങ്ങൾ അവനോട് കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ആ അനുഭവം തോന്നലല്ല, മറിച്ച് അതിന്റെ അനുഭവമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭയുടെ യോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറയുമ്പോ, ഒന്ന്, വേദപുസ്തകം പഠിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കുറവുകൾ തിരുത്തി വചനത്തിന് ശബ്ദം കേട്ടവർ ആ ശബ്ദം കേട്ടതിന്റെ തിരുത്തലുമായി ഹൃദയത്തിൽ വന്ന മാറ്റവുമായി സന്തോഷത്തോടുകൂടെ ആത്മനിറവുമായി അവർ യോഗത്തിലേക്ക് വരിക. അത് 2ാമത്തെ യോഗങ്ങള്. അതിനെ കൂട്ടായ്മ യോഗങ്ങൾ എന്ന് വിളിക്കാം. അതേതൊക്കെ? ഒരു സഭയിലുള്ളതല്ല. നമ്മൾ സിമ്പിളായി പറയുന്നത് സൺഡേ സ്കൂൾ ഉണ്ടാവും. 2 പിള്ളേരെ ഉള്ളെങ്കിൽ സൺഡേ സ്കൂൾ ഉണ്ടാവും. കാര്യം എന്താ?
ഞാൻ എൻ്റെ വിശാലമായ ചിന്തയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്നതൊന്നും ചിലപ്പം മനസ്സിലാവും, പക്ഷെ അവർക്ക് അവരുടെ ഭാഷയാണ്. ഹല്ലേലൂയ. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ലതാ, പോകേണ്ടതല്ല, സ്കൂളിൽ പോകണം. നമ്മളൊക്കെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുന്നവരാ, വിടണം, അത് ആവശ്യമാണ്. പക്ഷേ അവർ സ്കൂളിന് പുറത്ത് ദൈവത്തിനൊരു സഭയുണ്ടെന്ന് അവരുടെ രീതി. അവർക്ക് സ്കൂളിന് പുറത്ത് സ്വന്തം സഹോദരങ്ങളെ പോലെ ദൈവസന്നിധിയിൽ അവർക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, സഹോദരങ്ങളുണ്ട് എന്ന് അവരുടെ ഭാഷയിൽ മനസ്സിലായി അവരുടെ ജീവിതത്തിന്റെ ആ ചൊട്ടയിലെ ശീലം ദൈവകൃപയിൽ കൊണ്ടുവരുന്ന അവരുടെ കൂട്ടായ്മ യോഗമാണ് സൺഡേ സ്കൂൾ. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? പല കുഞ്ഞുങ്ങളും ചിരിക്കാത്തവർ ചിരിക്കുന്നത് പഠിക്കുന്ന സൺഡേ സ്കൂളാണ്. ഞാൻ അനുഭവത്തിൽ നിന്നത് പറയുന്നത്, അതിനപ്പുറത്തേക്ക് വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി പല പരിമിതികൾ കൊണ്ട് എനിക്ക് കഴിയുന്നില്ല. വീടുകളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. എന്നാൽ അവർക്ക് നല്ലൊരു സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തളർന്നു പോകാതെ അവരുടെ ഭാഷയിലുള്ള ഒരു കൂട്ടായ്മ യോഗം അവർക്ക് കൊടുക്കാനുള്ള സഭയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്ന അവരുടെ ആദ്യത്തെ യോഗത്തിലേക്ക് വിടണം. അവിടെ അവർ സഭയുടെ ആദ്യ പാഠങ്ങൾ പ്രായോഗിക തലത്തിൽ പഠിച്ചു തുടങ്ങണം. ഇനി മറ്റൊന്നാണ് സിസ്റ്റേഴ്സ് മീറ്റിംഗ്. എന്തിനാ സിസ്റ്റേഴ്സ് മീറ്റിംഗ്? സഹോദരിമാർക്ക് മാത്രം പറയാനുള്ള ചില കാര്യങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ടാണല്ലോ തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മുതിർന്ന സ്ത്രീകൾ അമ്മമാരെ പോലെ യൗവനക്കാരത്തികളെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, അവരെ ഉപദേശിക്കണം. ഇതെവിടെ സംഭവിക്കേണ്ടത്? സഭയിലാണ്, സഭയുടെ പരസ്യയോഗങ്ങളിലല്ല. സഹോദരന്മാരുടെ കാര്യം നമുക്കറിയാം. അവർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ സഭയുടെ മൂപ്പന്മാരുടെ അനുവാദത്തോടെ സഭയുടെ ശ്രദ്ധയിൽ നടക്കുന്ന യോഗങ്ങളുണ്ട്. അപ്പൊ സഹോദരിമാർ എന്നാ ചെയ്യണം? ഈ യോഗത്തിന് ഒന്ന് പറ, ആരും മിണ്ടുന്നില്ല. ഈ യോഗത്തിന് കുറച്ചു പേരെ അവിടെ തോന്നുന്നു. ഈ യോഗത്തിന് പോകണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, പോയാൽ മാത്രമേ അതിന്റെ മധുരിനെ അറിയാൻ പറ്റൂ. പോയാൽ മാത്രം. നമ്മുടെ അസാന്നിധ്യമാണ് പിശാചിന്റെ പ്രവർത്തന മണ്ഡലം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ദൈവസഭ ക്രമീകരിച്ചിട്ടുള്ള കൂട്ടായ്മ യോഗങ്ങളുടെ ഭാഗമായി സഹോദരിമാർ അവർക്ക് ഉള്ള യോഗങ്ങൾക്ക് സഭ ക്രമീകരിക്കുന്നതിന് നിർബന്ധമായും ന്യായമായ കാരണങ്ങൾ പറയാനില്ലെങ്കിൽ പോകേണ്ടത് സഹോദരന്മാർക്കും അവർക്കും ഉണ്ട്. ഞാനത് വിശദീകരിക്കണം. ഈ സഹോദരന്മാരുടെ മീറ്റിംഗ് ഞങ്ങൾക്കും ഉണ്ട്. ഈ സഹോദരന്മാരുടെ മീറ്റിംഗില് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാൽ ചില കാര്യങ്ങൾ പറയുമ്പോ ഹൃദയം പകർന്ന് സംസാരിക്കുമ്പോ അനേക പ്രശ്നങ്ങൾ വരാനുള്ളത് അലിഞ്ഞു പോകും. ആ സന്തോഷത്തോടുകൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതൊക്കെ നഷ്ടമാക്കി കളഞ്ഞാൽ പിന്നീട് ഇതിന് കഴിയാത്തൊരു കാലത്ത് അന്നങ്ങനെ ചെയ്തിരുന്നെന്ന് ചിന്തിച്ച ആയുസ്സിന്റെ കാലങ്ങൾ തിരിച്ചു കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിതെല്ലാം ഉള്ളവരാ. പക്ഷെ ഈ നാളുകളിൽ കുറച്ച് ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, ഞായറാഴ്ച മാത്രമാക്കിയിരുന്നെങ്കിൽ എത്ര സൗകര്യമായിരുന്നു. ഇതല്ലേ അനേകരുടെ മനോഭാവം? ബുദ്ധിമുട്ടി മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് അനേക പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതങ്ങളിൽ പലതും ഒഴിവാക്കുമ്പോ ഇന്ന് രാത്രി കർത്താവ് അപ്പം മുറുക്കലല്ല ആദ്യം പറഞ്ഞത്, മറിച്ച് വേദപുസ്തക പഠനമാണ്. ആ പഠനത്തിന്റെ തിരുത്തലുമായി വിശ്വാസി വരുന്നത് കൂട്ടായ്മ യോഗത്തിലേക്ക്, അവിടുത്തെ സന്തോഷത്തിലേക്ക്. ഇനി വേറൊന്നുണ്ട്, കോട്ടേജ് മീറ്റിംഗ്. ഞാൻ എന്റെ ഹൃദയത്തിൽ തോന്നിയത് പറയാം, ഞാൻ മനസ്സിലാക്കിയത് പറയാം. നിങ്ങൾക്ക് എന്നെക്കാൾ പക്ഷേ അത് അറിയാൻ കഴിയില്ല. ഈ കൂട്ടായ്മ യോഗമായ കോട്ടേജ് മീറ്റിംഗിന്റെ പർപ്പസ് എന്താണ്? കൂട്ടായ്മ യോഗത്തിന്റെ ഭാഗമായ ഭവന പ്രാർത്ഥനയുടെ അൾട്ടിമേറ്റ് പർപ്പസ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി. എന്താ? നമ്മൾ എപ്പോഴാണ് ഈ കോട്ടേജ് മീറ്റിംഗ് 7 മണിക്കാണ് ഇരിക്കട്ടെ. ഒരു ഉദാഹരണം, നമ്മൾ എത്ര മണിക്കാണ് ചെല്ലേണ്ടത്?
ഇപ്പൊ ജോലി കഴിഞ്ഞ് ഓടിപ്പോകുന്ന ഒരാളുടെ കാര്യമല്ല ഞാൻ പറയാം. സാധാരണ സാവകാശം തന്നെ കുറച്ച് മുൻപേ ചെല്ലണം. സഹോദരിമാരും ചെല്ലണം. അതിന് കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, നാം ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലെ സ്ഥിതി ശരിയായി അറിയണമെങ്കിൽ, അവരുടെ ഞെരുക്കം നമ്മൾ അറിയണമെങ്കിൽ, അവർക്കുള്ള കണ്ണുനീർ നമ്മൾ അറിയണമെങ്കിൽ, അവർ പുറമേ ചിരിക്കുന്നെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ വെൺമിട്ടത്തിന്റെയും സങ്കടത്തിന്റെയും ഭാവം അറിയണമെങ്കിൽ, അവരുടെ അടുക്കളയിലെ കുറവറിയണമെങ്കിൽ സഹോദരന്മാർക്ക് സാധിക്കും. സഹോദരന്മാരുടെ ഭാരം അറിയണമെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ടോ കൃത്യസമയത്തോ ചെന്നിട്ടത് സാധിക്കുകയില്ല. മറിച്ച് മുൻപേ ചെന്ന് അവരുടെ ഹൃദയത്തിന്റെ ഭാരമുണ്ടെങ്കിൽ അതറിയുക. അവർ തളർന്നിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് വരുവാൻ, അവർക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് മുൻപേ അറിയുവാൻ, അത് SMS വഴിയല്ല കൊടുക്കേണ്ടത്. ഒരുമിച്ചു ചെന്ന് ഒരു കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനാണ്, ഹൃദ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ കോട്ടേജ് മീറ്റിംഗ് എന്ന പരിപാടി ദൈവം തമ്പുരാൻ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും എനിക്ക് പണ്ട് സഭയുടെ തുടക്ക സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വീടിനെ പറ്റി വലിയൊരു ഭാരം. ആ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആ കുടുംബത്തെ പറ്റി ഒരു വലിയ ഭാരം. ഞാൻ എന്റെ സഹശുശ്രൂഷകന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ബ്രദറെ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ പോയി ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ വീട്ടിലൊരു ഭാരമുണ്ട്. എങ്ങനെ അറിയാം? പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ആ ഭാരം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഭാരം എനിക്ക് തോന്നുന്നു. ഞാനൊരു കണ്ടീഷൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ചോദിക്കണം. ചോദിക്കുമ്പോൾ അവർക്ക് ഭാരമില്ല, തെറ്റിദ്ധാരണ വന്നാൽ ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പോണം. അവര് പോയി. ആ വീട്ടിൽ പ്രത്യക്ഷമായി ഒന്നും കാണാനില്ല, പുറമെ ചിരിക്കുന്ന വീട്ടുകാരാ. പക്ഷെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ അവരുടെ ഹൃദയത്തിൽ ആരോടും പറയാൻ പറ്റാത്ത വലിയ ഭാരവുമായി അവർ ജീവിക്കുകയാ. ഇതെങ്ങനെയാ അറിയുന്നത്? കൂട്ടായ്മ യോഗങ്ങൾക്ക് പോകുമ്പോ കൃത്യസമയത്തല്ല, അല്പസമയം വേർതിരിച്ച് നമ്മുടെ സഹോദരന്മാരുടെ ഉള്ള സ്ഥിതി അറിയാനാ ഈ കോട്ടയം മീറ്റിംഗ് വെച്ചത്. മറ്റു ഭൗതികമായ യാതൊരു കാഴ്ചകൾക്കുമല്ലേത്. അതിനാത്മികമായ ദൈവ പദ്ധതിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ കൂട്ടായ്മ? വചനത്തിന്റെ തിരുത്തലുമായി ബൈബിൾ സ്റ്റഡിക്ക് പോകാത്ത ഒരുത്തരും ഇത് മനസ്സിലാവുകയില്ല. വേദപുസ്തകം പഠിക്കാത്ത ഒരാൾക്ക് സഹോദരന്റെ ഭാരം കാണാൻ കഴിയില്ല. വേദപുസ്തകം പഠിക്കാത്ത ഒരാൾക്ക് സഭയുടെ ഭാരം അറിയാൻ കഴിയില്ല. വേദപുസ്തകം പഠിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ മനസ്സിലാവുകയില്ല. അവന്റെ കണ്ണ് നിറയുകയില്ല. ദൈവഭാരം അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയില്ല. ആത്മാവിന്റെ ചലനം അവനിൽ സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഹൃദയം ദൈവമുണ്ടാക്കി തിരുത്തുന്ന വചന പഠനം കഴിഞ്ഞ് ഈ പറയുന്ന കൂട്ടായ്മയുടെ രണ്ടാം യോഗത്തിലേക്ക് വരണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം എന്നെ ഏൽപ്പിച്ചത് പറഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. പ്രശ്നങ്ങൾ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടി ഒടുവിൽ അഗ്നിപർവ്വത സമാനമായിട്ടല്ല നാം അറിയേണ്ടത്. ഒരു നല്ല വൈദ്യൻ തന്റെ മുൻപിൽ വരുന്ന രോഗിയുടെ രോഗലക്ഷണം കാണുന്ന സമയത്ത് ചികിത്സിച്ച് തുടങ്ങുമെങ്കിൽ നമ്മുടെ സഭയുടെ ഉള്ളിലുള്ള കുടുംബങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അറിയാനാണ് ഈ കോട്ടേജ് മീറ്റിംഗ് തന്നിട്ടുള്ളത്. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്, അവരുടെ ദുഃഖം. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാൾ പറയുക, ഞാൻ അനുസരിക്കുന്നില്ല. സഭയ്ക്ക് കീഴടങ്ങാത്ത ഒരാളെ അനുസരിപ്പിക്കുന്ന ഭൗതികമായ പരിപാടിയൊന്നും സഭയ്ക്കില്ല. ശിക്ഷണക്രമങ്ങളുണ്ട്, അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. അതിനും ഒരാൾ വഴങ്ങുന്നില്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് തമാശ. ഒരു ദൈവദാസൻ, ഒരു സഭാ ശുശ്രൂഷകൻ ദൈവത്തെ ശരിയായി സേവിക്കുന്ന ആളാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന ആളാണെങ്കിൽ, ആത്മഭാരവുമായി താൻ മുട്ടുമടക്കിയ സ്വർഗം ചലിക്കും. സംശയം വേണ്ട. നമ്മുടെ സഭകളിൽ മാനുഷികമായി അങ്ങനെയുള്ള പല കാര്യങ്ങളില്ലെങ്കിലും
നമുക്ക് അമാനുഷികനായ ഒരു ദൈവം നമ്മുടെ യോഗങ്ങളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്തം. നമ്മുടെ കൂട്ടായ്മ യോഗങ്ങളിൽ നാം പോകണം. കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവന്റെ വീട്ടിൽ പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അവരും വരികയില്ല. അങ്ങനെ പോകണ്ട, പ്രയോജനമില്ല. ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് പറയുന്ന അങ്ങനെ പോകണ്ട, മനുഷ്യനെ കാണിക്കാൻ പോകണ്ട. നിന്റെ ഹൃദയം ഒന്ന് ബൈബിൾ സ്റ്റഡിക്ക് പോകുമ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, ദൈവം കുറവുകൾ കാണിച്ചു തരിക, ആ കണ്ട കുറവുമായി തിരുത്തി മുന്നോട്ട് പോവുകയാണ്. അതാണ് കൂട്ടായ്മ യോഗം. ഇനി കേട്ടോണം, മൂന്നാമത്തെ യോഗം ഏതാ? രണ്ടാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ബൈബിൾ സ്റ്റഡി 2, കൂട്ടായ്മ ഫെലോഷിപ്പ് മീറ്റിംഗ്സ് 3, അപ്പം നുറുക്കി. അപ്പൊ മൂന്നാമത്തേതായത് നമ്മുടെ ക്രമം പറയുന്നത് എന്താ? അപ്പം നുറുക്കി, പിന്നെ അവനെ കണ്ടില്ല. ഒരാൾ പറഞ്ഞ പോലെ, അതിനെങ്കിലും ഞാൻ വന്നെന്ന് ഓർത്താ പോരെ, അയ്യോ ബുദ്ധിമുട്ടി വരണ്ട. അങ്ങനെയുള്ളവർ വരാതിരിക്കുന്ന നല്ലത്. കാര്യം ഉള്ള അനുഗ്രഹം പോകും. നല്ല മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി. കാരണം ഇത് വിശുദ്ധ സഭായോഗമാണ്. ദൈവവചനം പഠിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കൂട്ടായ്മ യോഗം ഹൃദയം വർദ്ധിപ്പിച്ച് പരസ്പര സന്തോഷം വർദ്ധിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്നേഹം വർദ്ധിച്ചവരാണ് അപ്പം നുറുക്കാൻ വരേണ്ടത്. അതാ ക്രമം. ഇതെന്റെ ക്രമമല്ല, ഇത് ബ്രദറുകാരുടെ ക്രമമല്ല, ഇത് സഭയുടെ കാന്തന്റെ സഭയ്ക്ക് നൽകിയ സ്വർഗത്തിലെ ദൈവത്തിന് മാറ്റപ്പെടാത്ത വചനത്തിന്റെ അനിഷേധ്യമായ ക്രമമാണ്. ഇതനുസരിക്കാൻ വേദപുസ്തകം അറിയാവുന്ന എല്ലാവർക്കും രക്ഷിക്കപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ഇത് തിരുത്താൻ ഒരാൾക്കും ദൈവം അവകാശം കൊടുത്തിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മൂന്നാമത്തതാണ് ആരാധനാ യോഗങ്ങൾ അഥവാ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല. അവിടെ 4 പദമാണ് ആ ശുശ്രൂഷയ്ക്ക്, ഓർമ്മയുടെ ശുശ്രൂഷയ്ക്കുള്ളത്. ഇന്ന് രാത്രി ആ പഠനമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഞാനൊരു ആശയം പറയാം. അപ്പം നുറുക്കുമ്പോൾ അത് കർത്താവിന്റെ മേശയായതുകൊണ്ട് ആ മേശയ്ക്കൊരു യജമാനൻ, ഉടമസ്ഥരുണ്ട്. അതാരാ? കർത്താവ്. ഞാൻ എന്റെ സഭയെ പണി, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ സഭയുടെ കാന്തൻ കർത്താവിന്റെ മേശയിൽ ഉടമസ്ഥനായിട്ടുള്ളത് കൊണ്ട് ജീവിത വിശുദ്ധി ഉള്ളവരാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അവിടെ നിന്നൊരു കാര്യം പറയുമ്പോൾ ദൈവാത്മാവ് തന്നൊരു ചിന്ത പറയട്ടെ. എനിക്കറിയില്ല പലയിടങ്ങളിലെ കാര്യം, പക്ഷെ ദൈവം തന്നൊരു ചിന്ത ഞാൻ പറയാം. ഈ ഞായറാഴ്ചത്തെ അപ്പം നുറുക്കൽ ശുശ്രൂഷ, ആ സഭായോഗം, ഞായറാഴ്ചത്തെ കർത്താവിന്റെ സന്നിധിയിൽ കൂടുന്ന യോഗം, അത് അപ്പം നുറുക്കി കഴിയുമ്പോൾ തീരുന്നതാണ്. അപ്പം നുറുക്കി ഇടയ്ക്ക് ഒരു പാട്ട്, ആ പാട്ടിന്റെ സമയത്ത് പലരും അപ്രത്യക്ഷരാണ്. നിറഞ്ഞിരുന്ന ഹോളുകളിലെ പല കസേരകളും എംറ്റിയാണ്. കർത്താവ് വന്നിട്ടില്ല. കർത്താവ് വന്നാൽ നമ്മളൊക്കെ പോയത്. എവിടെ പോയെന്ന് ആർക്കും സഭകളിൽ കേൾക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ന്യായമായി മനസ്സിലായവർക്ക് പറയാം, പക്ഷെ ന്യായമായി ദൈവം മുമ്പാകെ പറയാവൂ. വെറുതെ എന്നെ വിഷമിപ്പിക്കരുത്. സാങ്കേതികമായ ചില കാരണം, ഈ സഭയ്ക്ക് എന്താ ടെക്നിക്കൽ റീസൺസ് എന്ന് ഇത്രയും വർഷമായി ആലോചിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല. സഭയ്ക്ക് സാങ്കേതികത്വമില്ല. നീ ഉഴപ്പല, നീ ആള് ശരിയല്ല, വേറെ കാര്യമൊന്നുമില്ല. ഞായറാഴ്ചത്തെ സഭായോഗം എന്ന് പറയുന്നത് അപ്പം നുറുക്കലിൽ തീരുന്നതല്ല. അതിനുശേഷം ദൈവവചനത്തിന്റെ ശുശ്രൂഷയുണ്ട്. അവിടെ ചിലപ്പോൾ ബൈബിൾ സ്റ്റഡി ഉണ്ടാകാം. ഒരു പ്രാദേശിക സഭ നിശ്ചയിച്ചിട്ടുള്ള ആ ദിവസത്തെ ശുശ്രൂഷയെല്ലാം അന്നത്തെ വിശുദ്ധ സഭായോഗമാകയാൽ അതിന് പൂർണ്ണമായും സംബന്ധിക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതിന് എക്സ്ക്യൂസ് ആർക്കില്ല. ന്യായമായ കാരണം ദൈവമുൻപാകെ പറയാനുണ്ടെങ്കിൽ അത് മാത്രമേ സ്വർഗം എടുക്കൂ. പ്രായമുള്ള ഒരു ദൈവദാസൻ
ഏതാണ്ട് 65 വർഷത്തിലധികം സഭയുടെ ശുശ്രൂഷ ചെയ്ത പ്രായമുള്ള ഒരു സഭയുടെ എൽഡർ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞു, മോനെ, ഞാൻ അനേക വർഷങ്ങളായി ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നു. മനഃപൂർവമായ കാരണങ്ങളാൽ ഇടയോഗങ്ങൾക്ക് വരാത്തവർ പിന്നീട് ജീവിതത്തിൽ കർത്താവിനോട് കണക്ക് കൊടുക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അതിനപ്പുറത്തേക്ക് വിസ്താരമായി കൊണ്ട് പറയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേവലം മാനുഷികമായ കാരണങ്ങളാണ്, നമ്മുടെ മക്കളാണ് എന്ന കാരണങ്ങളാണ്. നമ്മുടെ സഹോദരന്മാർക്ക് നാം ഇളവ് അയോഗ്യമായി കൊടുക്കുമ്പോൾ അവരെ ശിക്ഷയുടെ വിധിയിലേക്ക് തള്ളിവിടുകയാണ് നാം ചെയ്യുന്നതെന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് യാത്രയില്ല. തെറ്റിനെ തെറ്റെന്ന് പറയാൻ ആർജവുണ്ടാകണം. ശരിയല്ലാത്ത കാര്യങ്ങൾ വചനപ്രകാരം ശരിയല്ല എന്ന് പറയുക അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്നലെ പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ വലം കൈയിലാണ്. സഭയുടെ നടുവിൽ എഴുന്നള്ളുന്നവൻ ആരോടും മുഖപക്ഷമുള്ളവൻ അല്ല. ഇന്ന് രാത്രി വചനം പഠിച്ച് ജീവിതം തിരുത്തി ഹൃദ്യത വർദ്ധിച്ച് സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നവർ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് വന്ന് അവർ അപ്പം മുറുക്കുമ്പോൾ സ്വർഗം അതിനെ ആദരിക്കുന്നു. ഹല്ലേലൂയ. അവിടെയാ സ്വർഗം സൗരഭ്യവാസന മണക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആരാധനയ്ക്ക് നമ്മുടെ കണ്ണ് നിറയാറുണ്ടോ? നമ്മളൊന്ന് മുട്ടുകുത്തി പ്രായമുള്ളവരുടെയും മുട്ടുവേദനയുള്ളവരുടെയും കാര്യമില്ല. നമ്മൾ അറിയാതെ ദൈവമേ ഞാൻ മുട്ടുകുത്തുന്നു, സാഷ്ടാംഗം വീഴുന്നു, കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുന്നു, എന്റെ കണ്ണ് നിറയുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? അവിടെ എങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ജീവിതത്തിന്റെ വഴിത്തിരിവിൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾ ജീവിതത്തിന്റെ അനുഭവമില്ലാത്ത സ്ഥലം സഭകളിലേക്ക് വന്നാൽ എങ്ങനെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് സമൂലമായ മാറ്റമുണ്ടാകും. ദൈവഭക്തനായ ഞാൻ ഇന്ന് രാത്രി വിശുദ്ധ ദൈവത്തിന്റെ ആധികാരികതയോടെ ദൈവം തന്ന ഉത്തരവാദിത്വത്തോടെ പറയട്ടെ, നമുക്ക് സമൂലമായ മാറ്റം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കേണ്ടത് ദൈവം നമ്മളോട് ഇന്ന് രാത്രി പറയുന്ന കർശനമായ പ്രബോധനമാണ്. എങ്കിലേ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. അപ്പം മുറുക്ക് 4 സമയപരിധിയിൽ ഞാൻ ഓടട്ടെ. 4ാമത്തെ കാര്യം എന്താ? പ്രാർത്ഥനയോട്. ഇതിനും ആള് കുറവാണ്, ഇതിനേറ്റവും കുറവ്. ഇതിന് കുറയാൻ 2 കാരണമുണ്ട്. പിണങ്ങണ്ട, ഉള്ളത് പറയാൻ. എന്നെ പിടിച്ചെടുത്ത് ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ ഫോണൊന്നും ചെയ്യരുത്. ഞാൻ ഉള്ള കാര്യം പറയാം, കർത്താവ് തന്നത് പറയട്ടെ. ഈ പ്രാർത്ഥനായോഗത്തിന് എന്താ വരാതെ? 1, പ്രാർത്ഥിച്ച് ശീലമില്ല. തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമില്ലാത്ത ഒരാൾക്ക് സഭയുടെ പ്രാർത്ഥനാ യോഗത്തിന് വരാൻ പറ്റില്ല. കാര്യം എന്നാ? അവിടെ വന്നിരുന്നാലും കൂർക്കം വലിക്കും. അസുഖമുണ്ടെങ്കിൽ കൂർക്കം വലിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അതല്ല ഞാൻ പറയുന്നത്. സഭയുടെ യോഗത്തിന്, പ്രാർത്ഥനാ യോഗത്തിന് പോകാത്തതിന്റെ കാര്യം പരിശോധിച്ചു നോക്കിക്കോ. രഹസ്യ പ്രാർത്ഥന ഇല്ലാത്ത ഒരാൾക്ക് സഭയുടെ പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ താല്പര്യം ഉണ്ടാകുകയില്ല എന്നുള്ളത് ഒരു രഹസ്യമായ പരസ്യമാണ്. ആരും പറയത്തില്ല, അത്ര. അതല്ലേ സത്യം? അതല്ലേ സത്യം? ആരും മിണ്ടുന്നില്ല. എവിടെ സ്തോത്രം? ശരിയല്ലേ? 2, പിശാച് വിടുകയില്ല. കാര്യം എന്നാ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ എല്ലാറ്റിനും മീതെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്നവർക്കുള്ളതാ. ഹല്ലേലൂയ. അപ്പൊ ഈ പറഞ്ഞ ഒന്നും ധരിച്ചിട്ടില്ല. അതെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന്റെ സർവായുധം. ചുരുക്കത്തിൽ പറയാം, എന്റെ ജീവിതത്തിൽ കുറവ് ഞാൻ തിരുത്തുന്നില്ലെങ്കിൽ എനിക്ക് സഭയുടെ പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ പറ്റത്തില്ല. 3, ഈ പ്രാർത്ഥനാ യോഗത്തിന് സഭ കൂടി വരുമ്പോൾ ഈ സഭയ്ക്കു വേണ്ടിയുള്ള
റെപ്രസെന്റിങ് പ്രയർ ആണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പക്ഷപാതം ചെയ്യുകയാണ്. ഈ സഭയ്ക്ക് വേണ്ടി നെടുമ്പാശ്ശേരി സഭയാകട്ടെ, കുമ്പനാട് സഭയാകട്ടെ, ഇന്ന സഭ എന്നുള്ളതല്ല. ആ സഭയിലെ വിശുദ്ധന്മാർ പ്രാർത്ഥനാ യോഗത്തിന് വരുമ്പോൾ ആ സഭയുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ കർത്താവിനോട് പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ ഇടിവിൽ നിൽക്കണമെങ്കിൽ ഞാൻ ആത്മീകമായി അതിനുള്ള യോഗ്യത വിശുദ്ധി പ്രാപിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ യോഗത്തിന് പോകാത്ത ഒരാളെ പിശാചിന് പേടിയില്ല കേട്ടോ. എന്റെ അപ്പ പറയുമായിരുന്നു, ആ നമ്മൾ പാട്ടുപാടിയാൽ അത് ഉച്ചത്തിൽ അവൻ പാട്ടുപാടും, നമ്മൾ പ്രസംഗിച്ചാൽ അത് ഉച്ചത്തിൽ അവൻ പ്രസംഗിക്കും. പക്ഷേ എപ്പോൾ നാം പ്രാർത്ഥനയ്ക്കായി കൊണ്ടുനടക്കുന്നുവോ അപ്പോൾ സാത്താന്റെ കോട്ടകൾ കിടുങ്ങുവാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റും? ഇനി കാലമധികമൊന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ ക്രമത്തിലേക്ക് തിരിച്ചു വരാതെ നാം ഭൗതികമായി എന്തെല്ലാം ശ്രമങ്ങൾ ചെയ്താലും നമ്മുടെ കൂടിവരവുകളിൽ ആത്യന്തികമായ മാറ്റം അസാധ്യമാണ്. എന്നാൽ എപ്പോൾ നമ്മൾ ദൈവത്തോട് ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുന്നുവോ അപ്പോൾ ദൈവം അസാധ്യതകളിൽ നിന്ന് സാധ്യതകളിലേക്ക് വഴി തുറക്കുന്ന ഒരു കർത്താവ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അത് പറഞ്ഞ അവസാനം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്നേക്കാൾ അനുഭവം ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു വലിയ പ്രതിസന്ധി ശുശ്രൂഷയില് ഒരു സങ്കടത്തിന്റെ ദിവസത്തിലൂടെ ഞാൻ കടന്നുപോയി. ആ ദിവസം എന്റെ ഹൃദയം നുറുക്കപ്പെട്ട ദിവസമായി. അന്ന് രാത്രി ഞാൻ എന്റെ പിതാവിന്റെ പഠനമുറിയിലേക്ക് രാത്രി 9 മണിക്ക് ഞാൻ കയറിയത്. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ശരീരസ്ഥിതി എനിക്കറിയാം, പക്ഷെ ഇന്ന് രാത്രി എന്റെ ബലഹീനതയായിരിക്കാം, അറിവില്ലായ്മയായിരിക്കാം, ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കാൻ പോവാ. ഞാൻ എന്റെ സ്ഥലം സഭയ്ക്ക് വേണ്ടി അന്ന് രാത്രി നിൽക്കുകയാണ്. ഞാനും എന്റെ ദൈവവും കർത്താവേ, അങ്ങനെ ഈ മണ്ണിലേക്ക് അയച്ചതെന്ന് എനിക്ക് ബോധ്യമാണ്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് അങ്ങയുടെ ഉത്തരം വേണം. ആ ഉത്തരം സാധാരണ നിലയിൽ കിട്ടാത്തൊരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല. ഇന്ന് രാത്രി എനിക്കൊരു കുടുംബത്തെ തരാതെ ഞാൻ ഇവിടെ എഴുന്നേൽക്കുകയില്ല. 9 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ഞാൻ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. രാത്രി 11:10 എന്റെ ഫോൺ റിംഗ് ചെയ്തു. എന്നെ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം നെടുമ്പാശ്ശേരി സഭയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, എനിക്ക് നിങ്ങളെ നേരിട്ടറിയില്ല, ഞാൻ പ്രസംഗങ്ങളൊക്കെ അല്ലാതെ കേട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നപ്പോ എന്റെ പപ്പയെ നന്നായിട്ട് അറിയാവുന്നതാണ്, അവരൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ 25 വർഷമായി ഗോവയിൽ ടാറ്റയുടെ ടാജ് ഗ്രൂപ്പിന്റെ ഹോട്ടലിൽ ഫിനാൻസിന്റെ മേധാവിയായി പ്രവർത്തിക്കുക. ഇന്നലെ വൈകുന്നേരം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് നെടുമ്പാശ്ശേരിയിൽ തുടങ്ങുന്ന പ്രൊജക്റ്റിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചില നാൾ ഇവിടെ കാണും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാ, എനിക്കറിയാം എന്താ സംഭവിച്ചത്. ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പോരാ, അതെത്ര പേര് വിശ്വസിക്കുന്നു? ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് സാധിക്കണമെങ്കിൽ സഭയ്ക്ക് കൂട്ടായ്മ ഉണ്ടാകണം. ഈ ദൈവത്തിന്റെ ശക്തി ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് ദൈവസഭയാണ്. ഒരു സ്ഥലത്തുള്ള പ്രാദേശിക സഭ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, ആ പ്രാദേശിക സഭയാണ് ആ ഇടത്തിൽ ദൈവശക്തിയുടെ നിറകുടങ്ങളായി വിളക്കുമരങ്ങളായി നിൽക്കേണ്ടത്. പ്രാദേശിക സഭയ്ക്ക് ഈ പറയുന്നതൊന്നുമില്ലെങ്കിലും, ദൈവശബ്ദം കേൾക്കാൻ സമയമില്ലെങ്കിലും, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളൂ എന്ന് പറയുന്നവരാണെങ്കിലോ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ,
ദൈവം കണക്ക് ചോദിക്കാതെ ഇരിക്കുകയില്ല. ആ ദേശത്ത് നശിച്ചു പോകുന്നവരുടെ ആത്മാക്കളുടെ വില ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് കേവലം പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്കൊരു തിരിച്ചുവരവിലേക്ക് മടങ്ങി വരാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവേ, ഞാൻ വരികയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ ദാസനത്തെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമെങ്കിലും ഇന്ന് രാത്രി ദൈവം നമുക്കറിയാത്ത ഒന്നുമല്ല പറഞ്ഞത്. ഇന്ന് രാത്രി ഒരു തിരിച്ചു വരവില് കർത്താവ് പറയുക, മകനെ, നീ ആദ്യം വേദപുസ്തകം പഠിക്കാൻ നീ വരണം. ബൈബിൾ സ്റ്റഡിക്ക് പോകാത്ത എത്ര പേര് ഇന്ന് രാത്രി എനിക്കറിയില്ല ഇവിടെ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഞാനത് തിരുത്താം, ഞാൻ തിരുത്താം. കർത്താവെ, ഞാൻ കൂട്ടായ്മ യോഗത്തിന് പോകാം, എന്നിട്ട് ഞാൻ നിന്നെ ആരാധിക്കാം. ആ ആരാധനയിൽ സ്വർഗം മഹത്വപ്പെടും. ആ ആരാധനയിൽ ദൈവം ഇറങ്ങി വരും. ആ ആരാധനയിൽ കണ്ണുകൾ നിറയും. ആ ആരാധനയിൽ വിശുദ്ധന്മാരുടെ സ്തുതികളിൽ മേൽ വസിക്കുന്നവന്റെ പ്രസാദം ഉണ്ടാകും. അതിനുശേഷം അവർ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് മുട്ട് നടക്കുമ്പോൾ സ്വർഗം എങ്ങനെ കേൾക്കാതെയിരിക്കും. ഇന്ന് രാത്രി ദൈവം നമ്മെ തിരിച്ചു വിളിക്കുകയാണ് നമ്മുടെ പഴയ അനുഭവങ്ങളിലേക്ക്, ആ നല്ല നാളുകളിലേക്ക്. ഇന്ന് രാത്രി അത് എത്ര പേർക്കൊന്ന് ഏറ്റെടുക്കാൻ. മറ്റൊരു മുഖപക്ഷം പാടില്ല, ഒരു ധാരണ പാടില്ല, ഒന്നും നോക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ യെസ് ലോർഡ്, ഐ ആം ഹിയർ, അടിയനിതാ എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ഇന്ന് രാത്രി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ വരികയാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളുടെ പൂർണ്ണ വിരാമം കുറിക്കുന്നു. ദൈവനാമത്തിന്